ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നെല്ലിക്കംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് റിവ്യൂലോട്ടാണ്. ഈ ഒരു പടം എനിക്ക് കാണാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. മൗത്ത് പബ്ലിസിറ്റി, അതായത് ചില റിവ്യൂ കിടക്കുന്നുണ്ട്, നല്ല റിപ്പോർട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ പോയി ഒന്ന് നോക്കിയതാണ് ഈ ഒരു പടം. കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ വെറുതെ സമയം കളയാൻ വേണ്ടി എടുത്ത ഒരു പടം. അതാ എനിക്ക് നെല്ലിക്കംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് തോന്നിയത്. യാതൊരു ഗുണവും ഇല്ലാത്തൊരു പടം. പക്ഷേ ഇതിനകത്ത് ഒരു തീം ഉണ്ട്. ആ ഒരു തീമിനെ അവരൊരു സിനിമയാക്കിയപ്പം അത് പാളിപ്പോയെന്നാണ് എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ പാളിപ്പോയിട്ടുണ്ട്. ഇതിനകത്ത് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നൗഫൽ അബ്ദുള്ളയും എഡിറ്ററും പുള്ളിക്കാരൻ തന്നെയാണ് എഡിറ്റിംഗ് ചെയ്തേക്കുന്നത്. ഡയറക്ഷനൊക്കെ കുഴപ്പമില്ല, കൊള്ളാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. 2002 ഒരു കാലഘട്ടമാണ് അവർ പിടിച്ചേക്കുന്നത്. ആ കാലഘട്ടം നല്ല രീതിയിൽ അവരെടുത്തു വച്ചിട്ടുണ്ട് 2002. പക്ഷേ അത് കഴിഞ്ഞിട്ട് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ സിനിമ ചിലയിടത്ത് ഒരു ഹൊറർ കോമഡിയാണ് അവർ എടുത്തേക്കുന്നത്. പക്ഷേ ടോട്ടലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നിരാശയാണ് ഈ ഒരു പടം കണ്ടിട്ട് ഉണ്ടായത്. 2 പേര് ചേർന്നാണ് ഇതിൻ്റെ റൈറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് സോനുവും ജ്യോതിഷും, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നല്ല രീതിയിൽ പാളിയിട്ടുണ്ട്. എനിക്കിതിനകത്ത് കുറച്ച് കോമഡികൾ അങ്ങും ഇങ്ങുമൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു. അത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ പടത്തിൽ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. ആകെ ഇതിനകത്ത് പിന്നെ ശരത് സഭ പുള്ളിക്കാരൻ്റെ റോള് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പടം തുടങ്ങുന്നത് മാത്യൂസിൻ്റെ ഒരു നറേഷനിലൂടെ പടം തുടങ്ങുന്നത്. പുള്ളിക്കാരൻ മംഗലാപുരത്ത് നിന്ന് പഠിക്കുന്നു, നാട്ടിലോട്ട് വരുന്നു നെല്ലിക്കംപൊയിൽ. അവിടെ ഇതുപോലെ അന്ധവിശ്വാസങ്ങളും കുറേ കാര്യങ്ങളുണ്ട്. മറ്റേ ആ ഒരു നാട്ടിലെ വരുത്തുപോക്ക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി പിന്നെ വേറെ എങ്ങാണ്ടോട്ടോ പടം പോകുന്നുണ്ട്. ഒരാവശ്യമില്ലാത്ത രീതിയിൽ വേറെ എങ്ങാണ്ടോട്ടോ പടം പോകുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടി അങ്ങ് കൊണ്ടുപോയേക്കുക. പിന്നെ മാത്യൂസിൻ്റെ ആക്ടിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ മാത്യൂസ് ആ പഴയ തണ്ണീർമത്തൻ ദിനങ്ങൾ അവിടെ തന്നെ കിടക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പുള്ളിക്കാരൻ വന്നിട്ടില്ല. പുള്ളിക്കാരൻ്റെ എക്സ്പ്രഷൻ തന്നെ ആയാലും പുള്ളിക്കാരൻ അത് തന്നെ ചെയ്തേക്കുന്നത്. ഈ റൊമാൻറ്റിക് സീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മറ്റേ ആക്ട്രസ്സായിട്ട് വന്നിരിക്കുന്നത് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ. അത് വാഴയ്ക്കകത്ത് ആ മുടി വെട്ടിയ ഒരു പെൺകൊച്ചുണ്ടല്ലോ, ആ കൊച്ചാണ് ഇതിനകത്ത് ആക്ട്രസ്സായിട്ട് വന്നിരിക്കുന്നത്. മെർലിൻ ഫിലിപ്പ് ഉണ്ട് ഇതിനകത്ത്. മെർലിൻ ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ റോളൊന്നുമില്ല. പുള്ളിക്കാരിക്ക് മുഖത്ത് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഹൊറർ, അപ്പം പ്രേതത്തിൻ്റെ ഒരു കുറച്ച് മേക്കപ്പ് ഇട്ടിട്ട് ചോറ് തരട്ടെ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതാണ് പുള്ളിക്കാരിയുടെ ഒരു റോൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് അബു സലീം വരുന്നുണ്ട്. അബു സലീമിൻ്റെ റോള് നൈസായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നുമില്ല. ഒന്നിനും കൊള്ളാത്ത ഒരു സസ്പെൻസും ഉണ്ട്, ഒന്നിനും കൊള്ളാത്ത ഒരു ക്ലൈമാക്സും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് പറയാൻ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.